ഹായ് ഹലോ, എൻ്റെ പേര് ഫർഹാന ഹാരിസ്. എൻ്റെ സ്ഥലം നിലമ്പൂരാണ്. സീസ് ഹോം അക്കാദമി കൊടുക്കുന്ന 1 ഡേ ഫ്രീ ക്ലാസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൽ ഡ്രീം കേക്കാണ് ചെയ്യുന്നത്. ഒരു 1/2 kg ഡ്രീം കേക്കാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് 1/2 kg ഡ്രീം കേക്കിൻ്റെ ബോക്സ്. ഈ ഒരു ടിന്നിലാണ് നമ്മൾ അതിൻ്റെ സ്പഞ്ച് ബേക്ക് ചെയ്യുന്നത്. ഇത് വന്നിട്ട് 1/2 kgൻ്റെ ടിന്നാണ്, 5.5 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ നമുക്ക് സ്പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ 1/3 കപ്പ് മൈദയാണ് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ എഗ്ഗ് എടുത്തിട്ടുണ്ട്, പാല്, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ. അടുത്തത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ 1/3 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും 3 പ്രാവശ്യം തരിച്ച് വെക്കുക കേട്ടോ. ഈ പൊടികൾ 3 പ്രാവശ്യം തരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഞാനിവിടെ ഒരു ലെയർ സ്പഞ്ചിനുള്ള ഇൻഗ്രീഡിയൻസുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് ഓവന് പ്രീഹീറ്റ് ചെയ്യാം. 10 മിനിറ്റ് 120-ൽ പ്രീഹീറ്റിന് ഇട്ടിട്ടുണ്ട്. താഴെ മുകളിലും കോയിൽ വർക്ക് ചെയ്യണം. അടുത്തത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ എഗ്ഗും വാനില എസൻസും ഉപ്പൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ എഗ്ഗും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇത്ര മതി. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക്. അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ പതുക്കെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. ഇതുപോലെ പതുക്കെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. ഇങ്ങനെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാൻ. ഓവർ മിക്സിങ് ആയാൽ നമ്മളെ ബാറ്റർ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ സ്പഞ്ച് സോഫ്റ്റ് ഉണ്ടാവില്ല. ആദ്യത്തെ ബാറ്റർ മിക്സായി. ഇനി രണ്ടാമതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലും മിൽക്കൊക്കെ വേണം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ. പാല് ചേർത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ബാക്കിയുള്ള ഫുള്ള് പൊടികളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളെ ബാറ്റർ അവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓവറായിട്ട് ലൂസാകാനും ടൈറ്റ് ആകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ടെസ്റ്റ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ. ഇനി ഒരു ടിന്നിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കുന്നത്. ബാറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താനും എയർ ബബിൾസുകൾ പോകാനുമാണ്. അതിന് ശേഷം നമ്മൾ ടിന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിലുള്ള എയർ ബബിൾസ് കളഞ്ഞിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഈ പ്രീഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് നമുക്ക് നമ്മളെ ബാറ്റർ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഞാൻ 20 മിനിറ്റ് 180-ൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഗനാഷ് ചെയ്യാണ്. അപ്പോൾ ഗനാഷ് ചെയ്യുന്നത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ്. അപ്പോൾ ഞാനിതവിടെ നല്ല ചൂടുള്ള വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ബൗൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഒരു 2/3 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ.